ഇപ്പോൾ എനിക്കിപ്പം കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ജഷീർ ഇപ്പോൾ ചേരുന്നുണ്ട്. ജഷീർ എന്നിപ്പോൾ എത്ര മൃതദേഹങ്ങളാണ് ഇപ്പോൾ സംസ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? എപ്പോഴത്തേക്ക് ഇവിടുത്തെ ക്രമീകരണങ്ങൾ പൂർത്തിയായും മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും? 33ഓളം മൃതശരീരങ്ങളാണ് ഇവിടെ സംസ്കരിക്കുന്നതായിട്ട് നമുക്ക് കിട്ടിയ അറിവ്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിനകത്ത് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും. 2ഓളം കുഴികൾ മാത്രമാണ് ഇനി എടുക്കാനുള്ളത് എന്നാണ് പ്രാഥമിക അറിവുള്ളത്. മേപ്പാടി MSA ഓഡിറ്റോറിയത്തിലുള്ള ഭൗതിക ശരീരങ്ങളാണ് ഇങ്ങോട്ട് എത്തുന്നത്. സ്വാഭാവികമായി നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലിലാണ് ഇതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നടന്നു പോകുന്നത്. ഇപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അതിൻ്റെ എല്ലാ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളിലും ആയിരുന്നു. ഇപ്പം അവിടുത്തെ അടിസ്ഥാന വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അത് വളരെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ട് തന്നെ നമുക്കത് കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊക്കെ ഒരു വേദനാജനകമായ വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു പച്ചപ്പ് നിറഞ്ഞ പുൽനാമ്പുകളുള്ള പ്രദേശമായിരുന്നു. ഇപ്പം 2019 കാലയളവിൽ നമ്മുടെ ഈ പ്രദേശത്ത് മണ്ണൊലിക്കുന്ന അല്ലെങ്കിൽ ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് ഈ പ്രദേശത്തേക്ക് നമുക്ക് വരാൻ കഴിയില്ലായിരുന്നു. കള്ളാടി മക്കാമുണ്ട്, കള്ളാടി പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് നിന്ന് ഇവിടെ ഇങ്ങോട്ട് എത്താൻ കഴിയുന്നത് 24 മണിക്കൂറിന് ശേഷമായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം ഈ ഭൂമിക്കകത്ത് വീണ്ടും ഇവിടെ നമ്മൾ വരുന്നൊരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ ജനവാസ പ്രദേശമല്ല. അപ്പോൾ വീണ്ടും ഇവിടെ നമ്മുടെയൊക്കെ സഹജീവികളെ, കൂടപ്പിറപ്പുകളെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു എന്നൊരു സാഹചര്യം വരുമ്പോൾ മനസ്സിലൊക്കെ വലിയൊരു പ്രയാസവും അതോടൊപ്പം തന്നെ പറഞ്ഞാൽ തീരാത്ത വിഷമമാണ് നമുക്കൊക്കെ ഉള്ളത്. ചെറിയ നാട്ടുകാരും കൂടിയാണ്. സുഹൃത്തുക്കളോ പരിചയക്കാരോ ആയിട്ടുള്ള ആളുകളൊക്കെ ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? തീർച്ചയായും നമ്മളൊക്കെ ചെറുപ്പ കാലഘട്ടം മുതൽ ഈ പ്രദേശത്തേക്ക് വരുന്നത് നമുക്ക് ഒരു സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു കണക്ടിവിറ്റി ഉള്ള ഒരു പ്രദേശമാണ്. വയനാട് ജില്ലയിലുള്ള എല്ലാ ആളുകൾക്കും വന്നുപോയ സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബ മിത്രാദികൾ. ഇപ്പോൾ എൻ്റെയൊക്കെ ഉമ്മായുടെ എളാമയുടെ മക്കളൊക്കെ കല്യാണം കഴിച്ച ഒരു 5-6 ഇടങ്ങൾ ഇവിടെയുണ്ട്. അതോടൊപ്പം സംഘടനാ പ്രവർത്തനത്തിൻ്റെയും മറ്റുള്ള രാഷ്ട്രീയ സഹപ്രവർത്തകരുമുള്ളൊരു മണ്ണാണ്. ഒരു എണ്ണിയാൽ തീരാത്ത ബന്ധങ്ങൾ ഞങ്ങൾക്കൊക്കെ ഉണ്ട് ഈ പ്രദേശവുമായി. അതാണ് ഞങ്ങൾ കണക്ടിവിറ്റി ആയിട്ട് ഇവിടെ ഈ പ്രദേശത്ത് കാണുന്നത്. ഈ സംഭവം അറിഞ്ഞ 2:45 മുതൽ ഞങ്ങൾ ഇവരെയൊക്കെയായി ബന്ധപ്പെടാനും അതോടൊപ്പം തന്നെ അറിയാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മിസ് കോളിൻ്റെ ഒരു ബന്ധം പോലും പിന്നീട് നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പമാണ്, പൊതുപ്രവർത്തകരൊക്കെ ചെറുപ്പമാണ്. ഒരുപാട് സീനിയറായിട്ടുള്ള ആളുകൾ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ചെറുപ്പം എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ ഒന്ന് പിടിച്ച് ഇനി എങ്ങനെ നിന്ന് പോകുമെന്നതിൻ്റെ വലിയൊരു പ്രതിസന്ധിയുണ്ട്. ചിലപ്പോൾ ഇനി വരുന്ന കാലങ്ങളിൽ മറവി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമുക്ക് ഉണ്ടായേ തീരുകയുള്ളൂ. കാരണം അത്രത്തോളം വേദനാജനകമായ ഒരു വിശേഷമാണ് ഈ സംഭവ വികാസങ്ങൾ.